എല്ലാവർക്കും നമസ്കാരം. ഡോക്ടർ സൗമ്യ സരൻ ഹിയർ. ഇന്ന് ഏപ്രിൽ 7 ലോകാരോഗ്യ ദിനമാണ്. പക്ഷേ ഇന്നലെ മുതൽ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു വാർത്ത കേരളത്തിനെ സംബന്ധിച്ചിട്ട് ലോകാരോഗ്യ ദിനത്തിൽ കേൾക്കാൻ ഒട്ടും തന്നെ ശുഭകരമായ ഒരു വാർത്തയല്ല. ഇങ്ങനെയുള്ള ധാരാളം വാർത്തകൾ നമ്മളിപ്പോൾ കഴിഞ്ഞ ഒരു വർഷമായിട്ട് കേൾക്കുന്നുണ്ട്. ഇപ്പൊ അവസാനം സംഭവിച്ചത് മലപ്പുറത്ത് ഒരു ആത്മീയ പ്രഭാഷകന്റെ വീട്ടിൽ അദ്ദേഹത്തിന്റെ ഭാര്യ 5ാമത്തെ പ്രസവം വീട്ടിൽ പ്രസവിച്ച് ആ സ്ത്രീ മരണപ്പെട്ടു. ഇവര് രണ്ടുപേരും എന്തോ അക്യൂപങ്ചർ ചികിത്സയുടെ പ്രചാരകരാണ്. അവര് ആശുപത്രി പോവാറില്ല, മരുന്ന് കഴിക്കാറില്ല എന്നൊക്കെയാണ് അറിഞ്ഞത്. അപ്പൊ അതുകൊണ്ട് തന്നെ കഴിഞ്ഞ 2 പ്രസവങ്ങൾ, അതായത് ഈ 5 പ്രസവത്തിൽ അവസാനത്തെ 3 പ്രസവങ്ങളും ഇവര് വീട്ടിലാണ് നടത്തിയത്. അതിൽ ഇപ്പൊ 5ാമത്തെ പ്രസവത്തിൽ അമിത രക്തസ്രാവം ഉണ്ടായി ആ സ്ത്രീ മരണപ്പെട്ടു. ഇപ്പൊ അതിന്റെ കേസും കൂട്ടങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നു. അപ്പോ ഞാനിപ്പോ എന്തുകൊണ്ടാണ് ഈ ഒരു ടോക്ക് ചെയ്യുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ വാർത്ത വന്നപ്പോഴും അതിന്റെ താഴെയും ചില കമന്റുകളുമായിട്ട് വരാൻ ചില പാഷാണത്തിൽ കൃമികൾ ഉണ്ട് എന്ന് ഞാനും നിങ്ങളൊക്കെ കാണുന്നുണ്ട്. അവർ പറയുന്ന ഒരു വാദം എന്ന് പറയുന്നത്, ശരി, ഇപ്പൊ വീട്ടില് പ്രസവിച്ച് കുട്ടി മരിച്ചു, എത്രയോ പ്രസവത്തില് ആശുപത്രിയിൽ പ്രസവിച്ചിട്ട് കുട്ടികൾ മരിക്കുന്നില്ലേ, അമ്മമാര് മരിക്കുന്നില്ലേ? അപ്പൊ ആശുപത്രിയിൽ പ്രസവിച്ചുകൊണ്ട് മാത്രം നമുക്കൊരു സുരക്ഷിതത്വം ഉണ്ടെന്ന് പറയാൻ പറ്റൂ? അപ്പൊ വീട്ടിൽ പ്രസവിക്കുന്നതിനെ നമ്മൾ എന്തിനാണ് കുറ്റപ്പെടുത്തേണ്ടത്? ആശുപത്രിയിൽ പ്രസവിക്കുന്ന സ്ത്രീകളും മരിക്കുന്ന സംഭവങ്ങൾ നമ്മൾ കാണുന്നില്ലേ എന്നാണ് ഈ പറയുന്ന മഹാന്മാർ ഉന്നയിക്കുന്ന വാദം. അപ്പൊ എനിക്ക് അവരോട് പറയാൻ വേറൊരു സന്ദർഭം ഞാൻ പറയാം. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവും ഈ പറയുന്ന വാദഗതി, ഇതിന് ഉത്തരത്തിന്റെ ആവശ്യമില്ല, ഇതൊന്നും ഉത്തരം അർഹിക്കുന്ന വാദങ്ങളെ അല്ല. എങ്കിൽ പോലും ഇതിന്റെ വിഡ്ഢിത്തം എത്രത്തോളം ഉണ്ട് എന്നുള്ളത് ഈ ഒരു പറയുന്ന, ഞാനൊരു വേറെ സന്ദർഭം പറയാം. നിങ്ങളുടെ മകനോ അല്ലെങ്കിൽ മകളോ ആരോ ആവട്ടെ, 18 വയസ്സ് കഴിഞ്ഞിട്ടില്ല, ലൈസൻസ് എടുത്തിട്ടില്ല, ഇങ്ങനെ ഒരാള് മോട്ടോർ ബൈക്ക് അമിത വേഗതയിൽ ഹെൽമറ്റ് ഇല്ലാതെ ഓടിച്ച് പോലീസ് പിടിച്ചു. ഓക്കെ, അപകടമൊന്നും ആയിട്ടില്ല എന്ന് വെക്കുക, അപകടമൊന്നും ആയിട്ടില്ല, ഓക്കെ, അപകടമൊന്നും വന്നില്ല എന്ന് തന്നെ വെക്കുക. 18 വയസ്സായിട്ടില്ല, ലൈസൻസ് കിട്ടിയിട്ടില്ല, ഹെൽമറ്റ് ഇല്ല, യാതൊരു സുരക്ഷിതത്വ കാര്യങ്ങളും ചെയ്തിട്ടില്ല, അപകടകരമായ രീതിയിൽ ബൈക്ക് ഓടിച്ച് പോലീസ് പിടിച്ചു. നിങ്ങളെ വിളിക്കാന്ന് വെക്കുക. നിങ്ങൾ അവിടെ എപ്പോഴെങ്കിലും ഞാൻ ഈ പറയുന്ന പോലത്തെ വാദം പറയോ? ശരി, ഇപ്പൊ 18 വയസ്സ് കഴിഞ്ഞ് ലൈസൻസോട് കൂടിയിട്ട് ഹെൽമറ്റ് ഒക്കെ വെച്ചു പോകുന്ന എത്രയോ പേർ അപകടത്തിൽ മരിക്കുന്നില്ലേ? അപ്പൊ എന്റെ കുട്ടിയെ മാത്രം പറയേണ്ട ആവശ്യം എന്താ? അപ്പോ ലൈസൻസ് ആയി എന്നുള്ളത് കൊണ്ടും ഹെൽമറ്റ് വെച്ചു എന്നുള്ളത് കൊണ്ടും മരിക്കില്ല എന്ന് ഉറപ്പുണ്ടോ? അങ്ങനെ ഈ മരണങ്ങൾ സംഭവിക്കുന്നില്ലേ? അപ്പൊ എന്റെ കുട്ടി ചെയ്തത് ശരിയാണ് എന്ന് നിങ്ങളിൽ ആരെങ്കിലും വാദിക്കുമോ? ഒറ്റ ക്വസ്റ്റ്യനേ ഉള്ളൂ. അങ്ങനെ നിങ്ങൾ ആരും വാദിക്കില്ല. അല്ലെങ്കിൽ ഈ വാദം കംപ്ലീറ്റ് പൊട്ടത്തരമാണ് എന്ന് മനസ്സിലാവുന്ന, അല്ലെങ്കിൽ അതിന് മാത്രം ബുദ്ധിയുള്ള ഏതൊരാൾക്കും ഈ പറയുന്ന പാഷാണത്തിൽ കൃമികൾ പറയുന്ന വാദങ്ങൾ കൂടി പൊട്ടത്തരമാണ് എന്ന് മനസ്സിലാക്കാനുള്ള ബുദ്ധി നമ്മൾ കേരളീയർക്ക് ഉണ്ടാവണം. ചിലപ്പോൾ നമ്മുടെ കയ്യിലല്ലാത്ത, ഒട്ടും പ്രതീക്ഷിക്കാത്ത പല കോംപ്ലിക്കേഷൻസും കാരണം ലക്ഷക്കണക്കിന് ഡെലിവറികൾ ആശുപത്രിയിൽ നടക്കുന്നതിൽ ഒരു അമ്മ മരിക്കുകയോ കുട്ടി മരിക്കുകയോ ചെയ്യാം. എല്ലാ കാര്യങ്ങളും പെർഫെക്റ്റ് ആയിട്ട് നടക്കാൻ നമ്മൾ ആരും, ഈ പറയുന്ന ഡോക്ടർമാരെ ഞങ്ങൾ ആരും ദൈവങ്ങളൊന്നുമല്ല. ലക്ഷക്കണക്കിന് ഡെലിവറികൾ നടക്കുമ്പോൾ ചിലപ്പോൾ ഒരു ഡെലിവറിയിൽ ഒരു കോംപ്ലിക്കേഷൻ, നമ്മൾ വിചാരിക്കാത്ത പ്രശ്നങ്ങൾ ഉണ്ടായി അമ്മയ്ക്കോ കുട്ടിക്കോ അപകടം പറ്റാം. അതാരുടെയും കയ്യിലുള്ള കാര്യമല്ല. പക്ഷേ ഇത്തരത്തിൽ യാതൊരു സുരക്ഷാ മുൻവിധികളും ഇല്ലാതെ, അല്ലെങ്കിൽ മുൻകൂട്ടി നമ്മൾ യാതൊരു സുരക്ഷാ ക്രമീകരണങ്ങളും ചെയ്യാതെ ഏതോ വയറ്റാട്ടിയെ, അതും പ്രശ്നമായപ്പോഴാണ് വിളിച്ചിരിക്കുന്നത് തോന്നുന്നു, വീട്ടിൽ വെച്ചിട്ടൊക്കെ ഡെലിവറി ചെയ്യുക ഈ കാലത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് അതിന് പറയുക? എന്നിട്ട് അതിനെ പിന്താങ്ങാനും ചില പാഷാണത്തിൽ കൃമികൾ. അല്ലാതെ എന്താ ഇവരെയൊക്കെ പറയേണ്ടത്? ഓക്കെ, ഒരു സംഭവം പറ്റി, എന്നാൽ അതിനെ വിമർശിക്കുക, ഇനി അങ്ങനെ ഒരു സംഭവം വരാതിരിക്കാനുള്ള കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളതല്ല. അതിന്റെ താഴെ വന്നിട്ട് പറയുന്നത് ആശുപത്രിയിൽ നടക്കുന്ന ഡെലിവറികളിലും മരണം സംഭവിക്കുന്നില്ല എന്നുള്ളതാണ്. ഇവരുടെ തലയിലൊക്കെ എന്താണ് കളിമണ്ണെന്ന് പോലും പറയാൻ പറ്റില്ല. ഓക്കെ, അപ്പൊ അത്രയാണ് എനിക്ക് പറയാനുള്ളൂ. ഓക്കെ, ഹാരിസ് ചിപ്പു അഫ്ല, ഉലകം ചുറ്റും വാലിബൻ നാട്ടിലെത്തിയോ? എന്റെ ഹാരിസെ, സ്വന്തം കാര്യം നോക്കി ഇരുന്നാ പോരടോ. ഞാൻ ഉലകം ചുറ്റുകയോ എന്റെ ജോലി എടുക്കുകയോ ഇതൊക്കെ ഞാൻ ഇതിനു മുമ്പേ പറഞ്ഞിട്ടുണ്ട്. ഞാൻ എന്റെ കാശ്, ഞാൻ സമ്പാദിക്കുന്ന, കഷ്ടപ്പെട്ട് സമ്പാദിക്കുന്ന, ജോലി എടുത്ത് സമ്പാദിക്കുന്ന എന്റെ പൈസ, അതുകൊണ്ട് ഞാൻ ഉലകം ചുറ്റുകയോ ആളുകൾക്ക് കൊടുക്കുകയോ എന്താന്ന് വെച്ചാൽ ചെയ്തോട്ടെ എന്റെ ഹാരിസെ. ഹാരിസിന്റെ വീട്ടിൽ നിന്ന് ചോദിച്ചിട്ടില്ലല്ലോ. എന്തിനാണ് ഇത്രയ്ക്കും സങ്കടം?
അപ്പോൾ അവനവന്റെ കാര്യങ്ങൾ നോക്കി ജീവിക്കുക കേട്ടോ. ഓക്കെ, അപ്പോൾ എനിക്ക് ഇത്രേ പറയാനുള്ളൂ. ദയവേത് ഇത്തരത്തിലുള്ള ആളുകൾ ഈ അക്യൂപങ്ക്ചറും ഇങ്ങനത്തെ സംഗതികളൊക്കെ ഇതൊന്നും ഡെലിവറിയിൽ ഒരു തരത്തിലും ശാസ്ത്രീയമായിട്ട് തെളിയിക്കപ്പെട്ടിട്ടുള്ള ചികിത്സാ വിധികളല്ല. ദയവ് ചെയ്തിട്ട് എനിക്ക് പറയാനുള്ളത് നമ്മുടെ സ്ത്രീകളോടാണ്. ഇങ്ങനെയൊക്കെയുള്ള വട്ടന്മാര് ഭർത്താക്കന്മാരുണ്ടെങ്കിൽ പോയി പണി നോക്കാൻ പറഞ്ഞിട്ട് ഇറങ്ങി പോരാനുള്ള ഒരു ആർജവം നിങ്ങൾ കാണിക്കൂ. മനസ്സിലായോ? അവനവന്റെ ജീവനും ജീവിതവും വെച്ചിട്ടാണ് ഇവന്മാരൊക്കെ കളിക്കുന്നത് എന്നുള്ളത് ഒന്നും മനസ്സിലാക്കൂ. ഇങ്ങനെ ആത്മീയതയെ വിറ്റ് കാശാക്കുന്ന അല്ലെങ്കിൽ കപട മതപ്രവർത്തനം നടത്തി അല്ലെങ്കിൽ ഇങ്ങനെയുള്ള പൊട്ടത്തരങ്ങൾ പ്രചരിപ്പിച്ചിട്ട് ജീവിക്കുന്ന മനുഷ്യന്മാരുടെ പിടിയിൽ പോയിട്ട് വീഴാതിരിക്കൂ. നിങ്ങളെ ഇതിനെ ബലിയാടാക്കുമ്പോൾ ഇത് പറ്റില്ല എന്ന് പറഞ്ഞ് ഇറങ്ങിപ്പോരാനുള്ള ഒരു ആർജവം എന്റെ സ്ത്രീകളെ ദയവേത് നിങ്ങൾ കാണിക്കൂ. അല്ലാതെ ഇത്തരത്തിലുള്ള വീട്ടിൽ പ്രസവത്തിനൊക്കെ നിന്നുകൊടുത്ത് ഇങ്ങനെ നാളെ ബലിയാടായി സ്വന്തം ജീവനും നഷ്ടപ്പെട്ടിട്ട് ഇരിക്കേണ്ട ഒരു അവസ്ഥ കഷ്ടമാണ്. പിന്നെ എനിക്ക് ഒന്നുകൂടി പറയാനുള്ളത്, ഇപ്പൊ കുറെ പേര് കംപ്ലൈന്റ് പറയുന്നത് കേട്ടു. അതായത് അവരുടെ വീട്ടുകാരും നാട്ടുകാരും ഒക്കെ ഇപ്പൊ വീട്ടിൽ പ്രസവിപ്പിച്ചു. അത് ഈ കഴിഞ്ഞ 2 പ്രസവങ്ങളും വീട്ടിൽ തന്നെയാണ് പ്രസവിച്ചത്. നിങ്ങൾ അന്നൊന്ന് പ്രതികരിച്ചിരുന്നെങ്കിൽ, അന്ന് നിങ്ങളൊരു കംപ്ലൈന്റ് കൊടുത്തിരുന്നെങ്കിൽ അന്നെന്താ, അന്ന് പ്രശ്നങ്ങളൊന്നും ഉണ്ടായില്ല അല്ലെ? അന്ന് അപകടങ്ങളൊന്നും ഉണ്ടായില്ല, രക്ഷപ്പെട്ടു ഭാഗ്യം കൊണ്ട്. അപ്പൊ എന്ത് വിചാരിച്ചു? ഓക്കെ, അപ്പൊ ഇതും ഈ രീതിയിൽ രക്ഷപ്പെട്ടിരുന്നെങ്കിൽ ആർക്കും ഒരു പ്രശ്നം ഉണ്ടായിരുന്നില്ല. മരിച്ചപ്പോഴാണ് പ്രശ്നം. അപ്പോ ഈ കംപ്ലൈന്റ് പറയുന്ന ആളുകള് കഴിഞ്ഞ പ്രസവത്തിനോ അതിന്റെ മുമ്പത്തെ പ്രസവത്തിനോ ഇതേ രീതിയിലൊന്ന് പ്രതികരിച്ചിരുന്നെങ്കിൽ ഇന്ന് ആ സ്ത്രീ ജീവനോടെ കൂടി ഇരുന്നേനെ അല്ലേ? അപ്പോ എന്തെങ്കിലും പ്രശ്നം പറ്റുമ്പോഴല്ല നമുക്കൊക്കെ ബോധോദയം ഉണ്ടാവേണ്ടതും നമ്മൾ പ്രതികരിക്കേണ്ടതും. ഇത് പ്രശ്നം പറ്റാമെന്ന് മുൻകൂട്ടി കണ്ടിട്ട് വേണം ഇത്തരത്തിലുള്ള തിന്മകളെ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള തെറ്റുകളെ നമ്മൾ എതിർക്കാൻ കേട്ടോ. സനോജ് പറയുന്നു ആ ഫ്ലോ അങ്ങ് പോയില്ലേ? ഒരിക്കലും ഇല്ലെന്നോ, എനിക്ക് അങ്ങനെ ഫ്ലോ ഒന്നും പോവില്ല. പറയേണ്ട സമയത്ത് തന്നെ പറയണ്ടേ. ചില കാര്യങ്ങൾ കാണുമ്പോൾ നമ്മൾ മിണ്ടാതിരിക്കാൻ പറ്റുമോ? അപ്പൊ ഫ്ലോ പോകുമെന്ന് പറഞ്ഞിരിക്കാൻ പറ്റുമോ? പറയേണ്ട കാര്യങ്ങൾ അപ്പൊ ചൂടോടുകൂടി കൊടുക്കണം, എങ്കിലേ ആ ചൂടങ്ങ് മനസ്സിലാവും. നമുക്ക് ഫ്ലോ ഒന്നും പോവില്ല. ഞാൻ ഈ വർത്തമാനം പറയുന്ന പരിപാടി തുടങ്ങിയിട്ട് കുറെ കാലമായില്ലേ, ഫ്ലോ ഒക്കെ അവിടെ ഉണ്ടാവും കേട്ടോ. ഓക്കെ, അപ്പൊ ഇത്രയേ ഉള്ളൂ. ദുബായിലാണോ ചോദിക്കേണ്ടത്? യെസ്, ഞാൻ ഷാർജയിലാണ്. ഞാനിപ്പോൾ ഷാർജ മെഡ് കെയർ ഹോസ്പിറ്റലിൽ ഇരിക്കുകയാണ്. അപ്പോൾ പേഷ്യൻസിന്റെ ഇടയിൽ കുറച്ച് സമയം കിട്ടി. അപ്പോഴാണ് ഈ ഒരു കാര്യം നിങ്ങളുമായിട്ട് സംസാരിക്കണം എന്ന് തോന്നിയത്. എത്ര സംസാരിച്ച കാര്യമാണ് ഈ ഒരു ഇങ്ങനെ തന്നെ വീട്ടിൽ പ്രസവത്തിൽ. എനിക്ക് തോന്നുന്നു ഞാൻ 3-4 തവണ ഇതേ ടോപ്പിക്കിൽ തന്നെ നമ്മൾ സംസാരിച്ചിട്ടുണ്ട്. അപ്പോൾ ഇന്നിപ്പോൾ ഞാൻ സംസാരിക്കാൻ കാരണം പറഞ്ഞു കഴിഞ്ഞാൽ ഇത്തരത്തിൽ ആശുപത്രിയിൽ നടക്കുന്ന പ്രസവത്തിനും പ്രശ്നങ്ങൾ ഉണ്ടാവില്ല എന്ന് ചോദിച്ച ചില ക്രിമിനലുകൾ, ഞാൻ അവരെ അങ്ങനെ തന്നെ വിളിക്കാം, ആ ക്രിമിനലുകൾക്കുള്ള ഒരു ഉത്തരം എന്നുള്ള രീതിയിലാണ് ഞാൻ ഇന്ന് വന്ന് നിങ്ങളോട് സംസാരിക്കുന്നത് കേട്ടോ. യെസ്, അപ്പൊ ഇത്രയേ ഉള്ളൂ. അപ്പൊ എല്ലാവർക്കും നല്ലൊരു ലോകാരോഗ്യ ദിനം ആശംസിക്കുന്നു. കഷ്ടമാണ് ലോകാരോഗ്യ ദിനത്തിൽ നമ്മുടെ കേരളത്തിൽ നിന്ന് ഇത്രയും പഠിപ്പും വിവരവും ഒക്കെ ഉണ്ട്, ആരോഗ്യരംഗത്ത് നമ്മൾ ഇത്രയൊക്കെ നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്നു എന്നൊക്കെ പറയുമ്പോഴും ഇപ്പോഴും ഇത്തരത്തിലുള്ള പ്രാകൃതരായിട്ടുള്ള മനുഷ്യർ ജീവിക്കുന്നു. അല്ലെങ്കിൽ അവര് ഇപ്പോഴും ഇത്തരത്തിൽ എല്ലാ സൗകര്യങ്ങളും നമുക്ക് ചുറ്റും ഉണ്ടായിട്ടും, ഗവൺമെന്റ് ആശുപത്രികൾ ഒരു 5 പൈസ കൊടുക്കാതെ ചികിത്സ കിട്ടുന്ന ഇത്രയും നല്ല സൗകര്യങ്ങൾ നമ്മുടെ നാട്ടിൽ ഉണ്ടായിട്ടും ഇപ്പോഴും സ്വന്തം ഭാര്യയൊക്കെ ഇത്തരത്തിൽ കൊലയ്ക്ക് കൊടുക്കുന്നു എന്നുള്ളത് സങ്കടം ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ്. അത്രമാത്രം പറഞ്ഞുകൊണ്ട് നിർത്തുന്നു കേട്ടോ. അപ്പൊ എല്ലാവർക്കും നല്ല ആരോഗ്യവും സമാധാനവും സന്തോഷവും ഉണ്ടാവട്ടെ. അപ്പൊ എല്ലാവർക്കും ഹാപ്പി ലോകാരോഗ്യ ദിനം. ബൈ.